സൗദിയിൽ ഉച്ചകോടി നടക്കുകയാണ്. നിങ്ങൾ കണ്ടാണ് അറബ് രാജ്യങ്ങളിൽ ഉച്ചകോടിയാണ് സൗദിയിൽ നടക്കുന്നത്. അപ്പോൾ സൗദി അത് ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ രണ്ട് ടോപ്പിക് എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പുതിയ അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് വരുന്നു വലിയ ഭൂരിപക്ഷത്തിൽ. അതേപോലെ സൗദി അറേബ്യൻ യങ് ക്രൗൺ മുഹമ്മദ് ബിൻ സൽമാൻ, ഇവരാണ് അവിടുത്തെ സ്റ്റാറുകളായിട്ട് മാറിയത്. ഇതിനകത്ത് ചർച്ചയിൽ, കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ വരുന്നതിന് മുമ്പ്, അത് കഴിഞ്ഞ പ്രാവശ്യം ഈ സൗദി കിങ്ഡത്തിനെതിരെ മുഹമ്മദ് ബിൻ സൽമാനെതിരെയും അവരെ അമേരിക്കൻ കോടതി അവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് പരസ്യമായിട്ട് ബൈഡൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ടർക്കിയിൽ വെച്ച് വാഷിങ്ടൺ പോസ്റ്റിൻ്റെ അമേരിക്കൻ ഗ്രീൻ കാർഡ് ഹോൾഡറായ ഖഷോഗിയെ ടർക്കിയിലെ സൗദി എംബസിയിൽ വെച്ച് കൊല്ലുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബൈഡൻ വളരെ ശക്തമായ രീതിയിൽ പറഞ്ഞു, ഡെമോക്രാറ്റ്സിനോടൊക്കെ പറഞ്ഞു, ഈ പറയുന്ന സൗദി കിങ് പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാനെ ആ കിങ്ഡത്തെ പ്രോസിക്യൂട്ട് ചെയ്യും അമേരിക്കൻ നിയമം അനുസരിച്ച്. കാരണം അമേരിക്കൻ ഗ്രീൻ കാർഡ് ഹോൾഡറെയാണ് കൊന്നത്. ആ സമയത്ത് കൃത്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് വരാൻ പോകുന്ന ട്രംപ് കൃത്യമായിട്ട് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സൗദിയുടേതായ ആവശ്യങ്ങൾ പലതുമുണ്ട്, അവരുടെ നിലനിൽപ്പിന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു കാണും, അതിൻ്റെ പേരിലാണ് സംഭവിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് ട്രംപ് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാണ് അറേബ്യൻ രാജ്യങ്ങൾക്ക് അറിയാവുന്നത് ട്രംപും ഈ സൗദി കിങ്ഡവുമായിട്ട് നല്ല ബന്ധമാണ്. നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അദ്ദേഹം നേരത്തെ ട്രംപ് ഇരുന്ന സമയത്ത് സൗദിയിൽ പോകുന്നു, അവിടെ അവരുടെ റെഡ് കാർപ്പറ്റ് വെൽക്കം ഏറ്റുവാങ്ങുന്നു, അവരുടെ കൂടെ നൃത്തം ചെയ്യുന്നു, ഡാൻസ് ചെയ്യുന്നു. സൗദിയുടെ പല ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ റീജിയനുമായിട്ട് ബന്ധപ്പെട്ടും വെപ്പൺസുമായിട്ട് ബന്ധപ്പെട്ട് സൗദി വളരെ നാളുകൊണ്ട് ചോദിച്ചു നടക്കുന്ന സംഭവമാണ് F-35 എയർക്രാഫ്റ്റ് സൗദിക്ക് കിട്ടണം. അപ്പം അതിനൊക്കെ അനുകൂലമായിട്ടാണ് ട്രംപ് അന്ന് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം മാറി, ബൈഡൻ വന്ന് വീണ്ടും ട്രംപ് വരുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവിടെ നടക്കുന്ന സമ്മിറ്റിലെ ഏറ്റവും വലിയ സ്റ്റാർ ആയിട്ട് ട്രംപ് മാറി. കാരണം വരാൻ പോകുന്ന ദിവസങ്ങളിൽ വെസ്റ്റ് ഏഷ്യയിലെയും അതേ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിലെയും ക്രൈസസ് ട്രംപ് കൃത്യമായിട്ട് ഇടപെടുമെന്നും അതിന് സൗദിക്ക് അനുകൂലമായ നിലപാടായിരിക്കും ട്രംപ് സ്വീകരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും ഗ്ലോബൽ മീഡിയയിൽ വരാൻ തുടങ്ങി. അവിടെയുള്ള അറേബ്യൻ രാജ്യം ഇൻക്ലൂഡിങ് ഖത്തർ, അവർ പോലും സൗദി കിങ്ങിനോട്, അത് മുഹമ്മദ് ബിൻ സൽമാനോട് അപേക്ഷിച്ചു ട്രംപുമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കി തരണം. അതേപോലെ പല രാജ്യങ്ങളും, അതിനകത്ത് പ്രധാനപ്പെട്ട 2 രാജ്യങ്ങളെന്ന് പറയുന്നത് സൗദിയും UAEയുമാണ് ട്രംപിന് പേഴ്സണലായിട്ട് ബന്ധമുള്ളത്. ബാക്കിയുള്ള രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ഈ പറയുന്ന ഖറ്റാറുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ അവരുടെ അമേരിക്കയുടെ നാച്ചുറൽ അലയൻസ് പാർട്ട്നേഴ്സാണ് ഈ പറയുന്ന ഈ ജോർദാനും ഒക്കെ. ഇതിനകത്ത് മറ്റൊരു സംഭവം എന്ന് പറയുന്നത്, അതിനകത്ത് പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും അതിനകത്ത് കിടക്കുന്ന ടോക്സിനകത്ത് ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് ഇറാനെയാണ്. ഇപ്പം എന്തിനാണ് ഇറാനെ കുറ്റപ്പെടുന്നത്? അവർ പറയുന്നത് ഇറാനാണ് ആ പ്രദേശത്തും ആ മേഖലയിലും ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കി ആ രാജ്യങ്ങളെ എല്ലാം തമ്മിലടുപ്പിക്കുവാനും മിലിഷ്യയിൽ കൂടെ, അതായത് ഹൂത്തികളാണെങ്കിലും ഹിസ്ബുള്ളയാണെങ്കിലും ഈ ഹമാസും ആണെങ്കിലും ഇവർക്കൊക്കെ വെപ്പൺസും ട്രെയിനിങ്ങും കൊടുത്ത് ആ റീജിയനിൽ സമാധാനം കെടുത്തിയത് ഇറാനാണ്. ഇറാനെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും അവിടെ നടക്കുന്ന മറ്റുള്ള മീറ്റിങ്ങുകളിലൊക്കെ ഇത് വല്ലാത്ത രീതിയിലാണ് ഇവർ അറ്റാക്ക് ചെയ്യുന്നത്. അതായത് ഇറാൻ പൂർണ്ണമായിട്ടും ഒറ്റപ്പെട്ടു. അതിൻ്റെ കൂടെ തന്നെ അറിയാൻ സാധിക്കുന്നത് ഈ ഖത്തറിനെയും, കാരണം അവർ ഹമാസിനോടുള്ള പ്രേമം, ഇസ്ലാമിക ടെററിസ്റ്റുകളോടുള്ള പ്രേമം, ഇതെല്ലാം തന്നെ അവിടുത്തെ ഖത്തർ അമീർ എന്ന് പറഞ്ഞ ആ രാജകുടുംബത്തെ അയാളെ ഇവർ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിസ്കഷൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നത് ആ റീജിയൻ്റെ അകത്ത് തീവ്രവാദം ഇല്ലാതാകണം. അതേപോലെ തന്നെ അവർ പറയാതെ പറയുന്ന കാര്യം, ഇസ്രായേലിന് പിന്തുണ കൊടുക്കുകയാണെങ്കിൽ സമാധാനം ആ മേഖലയിൽ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ അറിയേണ്ടതാണ്, ട്രംപ് ഇരുന്ന സമയത്താണ് അബ്രഹാം അക്കോർഡ് കൊണ്ടുവരുന്നത്. ആ സമയത്ത് അതിനുശേഷം പെട്ടെന്ന് സൗദി അതുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് വന്നിട്ടില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ സൗദിയുമായിട്ട് ഇസ്രായേലിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാകുകയും, നിങ്ങൾ മനസ്സിലാക്കേണ്ട പോയിന്റാണ്, ഏകദേശം 3 പ്രാവശ്യമാണ് ബെഞ്ചമിൻ നെതന്യാഹുവും സൗദി പ്രിൻസ് കിങ് സൽമാനുമായിട്ട് കണ്ടിരിക്കുന്നത് അനൗദ്യോഗികമായിട്ട്, അതായത് പല ഭാഗങ്ങളായിട്ട്. അതേപോലെ ട്രംപ് തന്നെയാണ് റെക്കമെൻഡ് ചെയ്തത് സൗദി പ്രിൻസിൻ്റെ സെക്യൂരിറ്റി എന്ന് പറയുക. കാരണം അവിടെ ഉള്ളവന്മാർ തമ്മിൽ തല്ലി ബഹളമൊക്കെയാണ്. ഇയാളെ കൊല്ലാനൊക്കെ പലപ്പോഴും ഈ സൗദി പ്രിൻസിനെ കൊല്ലാൻ ഇവർ ശ്രമമൊക്കെ നടത്തി.
അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഇൻറ്റേർണലും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഇസ്രായേലി മൊസാദ് ഏജൻസിയാണ്. നേരിട്ട് ജൂഷാണ് അത് കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത്. അതായത് സൗദി പ്രിൻസ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ സെക്യൂരിറ്റി ഇവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. മറ്റൊരു കാര്യം മറക്കണ്ട, സൗദിക്ക് താല്പര്യമുള്ളത് ട്രംപ് വരുമ്പോൾ, കാരണം ഈ ഗ്ലോബൽ ക്ലൈമറ്റ് പാരീസ് സമ്മിറ്റിൽ നിന്നും അമേരിക്ക പിന്മാറി അത് സൗദിയുടെ എക്കോണമിക്ക് രക്ഷയാകുന്നു, UAE എക്കോണമിക്ക് രക്ഷയാകുന്നു. ഇതെല്ലാം മാറ്റർ. ഇന്നത്തെ എക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ട്, നാഷണൽ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉണ്ട്, ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ സൗദിയുടെ പ്രാധാന്യമുണ്ട്. ഇതെല്ലാം കൂടെ വെച്ച് നോക്കുകയും അതുമല്ല അവിടെയുള്ള മുഹമ്മദ് ബിൻ സൽമാൻ അവിടെ കൊണ്ടുവരുന്ന റിഫോംസ് ഉണ്ട്. അതായത് സ്ത്രീകളെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന വലിയ റവല്യൂഷണറി ചേഞ്ചസ് ഉണ്ട്. അത് അവിടെയൊക്കെ അമേരിക്കൻ കമ്പനികൾക്കും ഗ്ലോബൽ കമ്പനികൾക്കും വലിയ പാർട്ടാകാൻ സാധിക്കും. അതേപോലെ തന്നെ സൗദിയുടെ മറ്റുള്ള എണ്ണമായിട്ട് അത് ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് പോകുന്നു. ഇതിനൊക്കെ വലിയ തുടക്കം കുറിക്കാൻ വേണ്ടി ട്രംപ് അഡ്മിനിസ്ട്രേഷന് കഴിയുമെന്നും ഈ അറേബ്യൻ രാജ്യത്ത് സൗദിക്കുള്ള സ്വാധീനം വ്യക്തമായി നിലനിർത്തുവാൻ ട്രംപിന് സാധിക്കും. ഇതൊക്കെയാണ് ഇവിടുത്തെ പൂർണ്ണമായിട്ട് ഡിസ്കഷൻ വരുന്നത്. പക്ഷെ പുറത്ത് അവർ ഇസ്രായേലിനെതിരെയൊക്കെ പറയുവാണെങ്കിലും ഇൻറ്റേർണൽ ഡിസ്കഷൻ ഈ രീതിയിൽ പോകുന്നതായിട്ടാണ് ഗ്ലോബൽ മീഡിയയും പത്രങ്ങളും ഒക്കെ ഇതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സൗദിയുടെ എക്കോണമി അല്ല മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ വേണ്ടി ട്രംപ് ശ്രമിക്കുമെന്നും അതിന് ഉപകാരമായിട്ട് ഈ രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ കൂടുതൽ അടുക്കുമെന്നും എബ്രഹാം അക്കോർഡ് അത് പൂർണ്ണമായിട്ട് നടപ്പിലാക്കുവാൻ വേണ്ടി അറേബ്യൻ രാജ്യങ്ങൾ ട്രംപിൻ്റെ കൂടെ നിൽക്കുമെന്നും ഇസ്രായേലിനെ പൂർണ്ണമായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നുള്ള പ്ലാനുകളാണ് വരുന്നത്. ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം, ഈ അറബ് രാജ്യങ്ങൾക്കൊന്നും ഈ പറയുന്ന ഹമാസിനോടോ പാലസ്തീനോടൊന്നും ഒരു താല്പര്യം പോലും ഇല്ല. കാരണം വർഷങ്ങളായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരു റിസൾട്ടും ഉണ്ടായിട്ടില്ല. ആ പ്രദേശം മുഴുവനും സമാധാന അന്തരീക്ഷം തകർക്കുന്നതാണ് ഈ പാലസ്തീൻ ഇഷ്യൂ ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹിസ്ബുള്ള ആണെങ്കിലും ഹൂത്തികളും. ഇതിനെ കൺട്രോൾ ചെയ്ത് നശിപ്പിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യവും വ്യക്തവുമാണ്. അതിന് ട്രംപിനെ കൊണ്ട് സാധിക്കും. കാരണം ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ ഇതിനൊരു സമാധാനവും റിസൾട്ട് കൊടുക്കാൻ ഒരിക്കലും തയ്യാറായിട്ടില്ല. കാരണം അവർക്ക് മറ്റ് പല ഇൻട്രസ്റ്റുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഖത്തറിനെ ഒതുക്കുക, അതായത് കൂടുതൽ ജിയോ പൊളിറ്റിക്സിൽ അറേബ്യൻ പൊളിറ്റിക്സിനകത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെ ഒതുക്കി മാറ്റി നിർത്തുക, സൗദിക്ക് മേജർ റോള് കൊടുക്കുക, പ്രത്യേകിച്ച് മുഹമ്മദ് ബിൻ സൽമാനെ അവിടെ കൂടുതൽ കേപ്പബിലിറ്റി ഉള്ള അവിടുത്തെ ഒരു ഐക്കോണിക് ഫിഗറായിട്ട് കൊണ്ടുവരും. ഇതൊക്കെയാണ് ട്രംപിൻ്റെ പ്ലാനുകൾ. കാരണം ഈ രാജ്യമായിട്ടുള്ള എണ്ണയുടെയും മറ്റു പല കച്ചവടങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെയും കൂടെ ഭാഗമായിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ നേരത്തെ ഒരു വാർണിംഗ് കൊടുത്തിരിക്കുന്നത്. അതായത് പാരീസ് സമ്മിറ്റിൽ നിന്നും പിന്മാറും, ഈ രാജ്യങ്ങളുടെ എക്കോണമി തകർക്കാൻ തയ്യാറില്ല. അപ്പം അതേപോലെ തന്നെ സൗദിക്ക് വേണ്ടിയുള്ള വെപ്പൺസും അമേരിക്ക കൈമാറാനുള്ള സാധ്യത, കാരണം സെക്യൂരിറ്റി ആസ്പെക്ട്സ് കൂടുതൽ ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നൊക്കെ ട്രംപ് നേരത്തെ ഇവരുമായിട്ടുള്ള ടോക്സിൽ പറഞ്ഞിരുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുകയാണെങ്കിൽ, കാരണം അവിടെ സമാധാനം വേണം, മറ്റുള്ള രാജ്യങ്ങൾ അറേബ്യൻ രാജ്യങ്ങളുടെ അതായത് ഒരു ബിഗ് ബോസ് ആയിട്ട് സൗദി മാറുവാൻ വേണ്ടിയുള്ള സാധ്യതയും വളരെ കൂടുതൽ. അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദ് ബിൻ സൽമാനും ട്രംപും ഈ സൗദി സമ്മിറ്റിൽ സൂപ്പർ ഡൂപ്പർ സ്റ്റാറുകളായിട്ട് മാറിയത്.